ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2025 പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം. ഉത്തരം ഫിൻലൻഡ്. ഇന്ത്യ എത്രാമതാണ്? 118ാമതാണ്. ഇന്ത്യയുടെ സ്ഥാനം 118. 2025 ഗോൾഡൻ ഗ്ലോബ് മികച്ച നാടകത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രമേതാണ്? ഉത്തരം ദി ബ്രൂട്ടലിസ്റ്റ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ മികച്ച സംവിധായകൻ ആരാണ്? ബ്രാഡി കോർബറ്റ് ആണ്. ദി ബ്രൂട്ടലിസ്റ്റിന് സംവിധായകൻ ബ്രാഡി കോർബറ്റ് ആണ്. മികച്ച നടൻ എഡ്രിയാൻ ബ്രോഡിയാണ്. ദി ബ്രൂട്ടലിസ്റ്റ് ആണ് അല്ലേ. ഓസ്കാർ അവാർഡ് കിട്ടിയതും എഡ്രിയാൻ ബ്രോഡിക്കായിരുന്നു. അതുപോലെ മികച്ച നടി ആരാണ്? ഫെർണാണ്ട ടോറസ്. ഐ ആം സ്റ്റിൽ ഹിയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സംയുക്ത സൈനികാഭ്യാസമായ അഗ്നിവാര്യർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും സിംഗപ്പൂരും. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തർപ്രദേശിൽ നിലവിൽ വന്ന പുതിയ ജില്ല ഏതാണ്? മഹാകുംഭ് ഏരിയ. പുതിയ ജില്ല ഏതാണ്? മഹാകുംഭ് ഏരിയ. അടുത്തത് ക്ലാസിക്കൽ ചെസ് റേറ്റിംഗ് 2800 മറികടന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ്. അതായത് ഫിഡെ റേറ്റിംഗ് ആണ് വരിക. അതാണ് ചെസ് റേറ്റിംഗ് നമ്മൾ ഫിഡെ റേറ്റിംഗ് എന്ന് പറയും. ആരാണ് രണ്ടാമത്തെ? 2800 എന്ന് പറഞ്ഞ ക്ലാസിക്കൽ ചെസ് റേറ്റിംഗ് മറികടന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാരാണ്? അർജുൻ എറിഗസിയാണ്. അർജുൻ എറിഗസിയാണ്. ആദ്യത്തെ ഇന്ത്യക്കാരൻ വിശ്വനാഥൻ ആനന്ദാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം അർജുൻ എറിഗസിയാണ്. പക്ഷെ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഫിഡെ റേറ്റിംഗിലെ ഇന്ത്യൻ ചെസ് പ്ലെയർ നിലവിൽ ആരാന്ന് ചോദിച്ചാൽ 2025 മെയ് പ്രകാരം ആരാണ്? അത് ഗുകേഷ് ഡി ആണ്. അല്ലെ. ഗുകേഷ് ഡി ആണ്. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് വിജയിച്ച ആളാണ് ഗുകേഷ് ഡി. ഗുകേഷ് ഡി ആണ്. രണ്ടാമതാണ് ആര് വരിക? അർജുൻ എറിഗാസി വരിക. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, രഥാപാനി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? രഥാപാനി വന്യജീവി സങ്കേതം പുതിയ കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചതാണ് ഇതിനെ. ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറലായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ എൻഗോസി ഒക്കാൻജോ ഇവേള. രാജ്യം ഏതാണെന്ന് ഓർത്തിരിക്കുക. നൈജീരിയയാണ്. രാജ്യം ഏതാണ്? എൻഗോസി ഒക്കാൻജോ ഇവേളയുടെ രാജ്യം നൈജീരിയക്കാരിയാണെന്നൊന്ന് ഓർത്തിരിക്കുക. മഹാരാഷ്ട്രയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ദേവേന്ദ്ര ഫട്നാവിസ്. തൊട്ട് മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രി ആരായിരുന്നു? ഏകനാഥ് ഷിൻഡെ ആണ്. ഏകനാഥ് ഷിൻഡെ ആയിരുന്നു. ബ്ലീഡിംഗ് ഐ രോഗം ബാധിച്ച് 15 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? റുവാണ്ട. 10ാമത്തെ ചോദ്യം, കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രദർശിപ്പിച്ച അക്ബർ ചക്രവർത്തി എന്ന അപ്രകാശിത ചെറുകഥയുടെ രചയിതാവാരാണ്? OV വിജയനാണ്. OV വിജയൻ. അടുത്ത 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവാണ് ആര്? മിഥുൻ ചക്രവർത്തി. ഇന്ത്യയിലെ സിനിമാ മേഖലയിൽ നൽകുന്ന ഏറ്റവും പരമോന്നത ബഹുമതിയാണ് ഇത്, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇതിൻ്റെ സമ്മാനത്തുക 1 കോടി രൂപയാണ്. അതുപോലെ തന്നെ 1969 ഈ പുരസ്കാരം ആരംഭിച്ചത്. ആദ്യ ജേതാവ് ദേവിക റാണി റൗറിച്ച് ആയിരുന്നു. ഇതിനു മുമ്പ് പുരസ്കാരം നൽകിയത് 2021 2024 മിഥുൻ ചക്രവർത്തിക്കാണ് കിട്ടിയത്. പക്ഷേ 2021 ഇതിനു മുമ്പ് പുരസ്കാരം നൽകിയ സമയത്ത് 2021 ജേതാവ് ആരായിരുന്നു? വഹീദ റഹ്മാൻ ആയിരുന്നു. അതിനു മുന്നേ 2020 ആശ പരേഖ്, 2019 രജനീകാന്ത്. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 27,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ കളിക്കാരനായി മാറിയത് ആരാണ്? ഉത്തരം വിരാട് കോഹ്ലിയാണ്. ആദ്യത്തെ ആള് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ 25,000 റൺസ് തികച്ചത് ആരെന്ന് പറഞ്ഞാൽ ആരാണ്? വിരാട് കോഹ്ലിയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ODI ക്രിക്കറ്റ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി ആരുടെ പേരിലാണെന്ന് വെച്ചാലാണ് വിരാട് കോഹ്ലിൻ്റെ പേരിലാണ്. ടോട്ടൽ 51 സെഞ്ചുറിയാണ്. രണ്ടാമത് സച്ചിനാണ്. എത്രയാണ്? 49 സെഞ്ചുറിയാണ്. അതുപോലെ തന്നെ ലിമിയയിൽ നടന്ന ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഏത് ഇന്ത്യക്കാരനാണ് ലോക ജൂനിയർ ചാമ്പ്യൻ? ആരാണ് ലോക ജൂനിയർ ചാമ്പ്യനായിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണെന്നാണ് ചോദിച്ചത്. പാർത്ത് മാനെ.
14ാമത്തെ ക്വസ്റ്റ്യൻ 2024 ഒക്ടോബർ 2-ന് ഇന്ത്യൻ നാവികസേനയിലെ 2 വനിതാ ഉദ്യോഗസ്ഥർ ലോകം ചുറ്റാനുള്ള പരിവേഷണം ആരംഭിച്ചത് ഏത് കപ്പലിലാണെന്ന് ചോദിച്ചതാണത് INS തരിണിയാണ്. ഏതാണ്? INS തരിണി. അതുപോലെ ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണത്? ബംഗ്ലാദേശും US ആണ്. ഏതാണ്? ബംഗ്ലാദേശും US ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ഏത് രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നതായാണ് യുണൈറ്റഡ് കിങ്ഡം അതായത് UK പ്രഖ്യാപിച്ചത്? ഏതാണ്? ചാഗോസ് ദ്വീപാണ്. മൗറീഷ്യസ് ആണ്. ഏതാണ്? മൗറീഷ്യസിന് ഈ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം UK എന്ത് ചെയ്തു? മൗറീഷ്യസിന് എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം രചിച്ചതാരാണ്? ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സുനിൽ P. ഇളയിടമാണ്. ആരാണ്? സുനിൽ P. ഇളയിടം. എത്ര ക്ലാസിക്കൽ ഇന്ത്യൻ ഭാഷകൾക്കാണ് ഇന്ത്യൻ സർക്കാർ 2024 ഒക്ടോബറിൽ അംഗീകാരം നൽകിയത്? എത്രയാണ്? 5 ഭാഷകൾക്കാണ്. ഏതാണ്? 5 ഭാഷകൾക്കാണ്. അതിൽ 5 ഭാഷകൾ ഏതൊക്കെ ഉൾപ്പെടുക? പുതുതായിട്ട് ക്ലാസിക്കൽ പദവിയിൽ വെച്ച ഭാഷകൾ ഏതാണ്? 5 എണ്ണമാണ്. ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഉൾപ്പെടാത്ത എന്ന് ചോദിക്കാം. അപ്പോൾ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. ഓൾറെഡി ഇന്ത്യയിൽ 6 ഭാഷകൾക്ക് ഓൾറെഡി എന്തുണ്ടായിരുന്നു? ക്ലാസിക്കൽ പദവി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ ഏതാണെന്ന് വെച്ചാൽ തമിഴാണ്. അതിനുശേഷം സംസ്കൃത്, തെലുങ്ക്, കന്നഡ. പിന്നെ ക്ലാസിക്കൽ പദവി വെച്ചാൽ 5ാമത്തെ ഭാഷയാണ് ഇതെന്ന് പറഞ്ഞാൽ മലയാളം. 6ാമത് ഏതായിരുന്നു? ഒഡിയ ആയിരുന്നു. അപ്പോൾ നിലവിലിപ്പോൾ 6+5 ടോട്ടൽ 11 ഭാഷകൾക്കാണ് ഇന്ത്യയിൽ എന്തുള്ളത്? ക്ലാസിക്കൽ പദവി ഉള്ളത്. 19ാമത്തെ ക്വസ്റ്റ്യൻ 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാനി കപ്പ് നേടിയ ടീം ഏതാണെന്ന് വെച്ചതാണ് മുംബൈ ആണ്. അതായത് ഇറാനി കപ്പ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൂർണമെൻ്റാണ് ഇറാനി കപ്പ്. ഇറാൻ 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാനി കപ്പ് നേടിയ ടീം ഏതാണ്? മുംബൈ ആണ്. സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് AI-യിൽ പ്രവർത്തിക്കുന്ന അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് സാരഥി ആരംഭിച്ചത്? ചാറ്റ് ബോട്ടായിട്ടുള്ള സാരഥി ആരംഭിച്ചതാണ് ഹരിയാനയാണ്. അതാണ് ആൻസർ. ഹരിയാനയാണ്. അടുത്തത് വാദ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? വാദ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണത്? മഹാരാഷ്ട്രയാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരം തികച്ച ആദ്യ മലയാളി താരമാരാണ്? ആരാണ്? ബാസിൽ ഹമീദ്. രാജ്യം ഏതാണ്? UAE-ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കളിക്കുന്നത്. UAE ആണ് രാജ്യം. അതുപോലെ ബാസിൽ ഹമീദാണ്. ഓർത്തിരിക്കുക. അതുപോലെ 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? 2024 നടന്ന കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു വെച്ചാൽ തക്കുടു എന്ന അണ്ണാരക്കണ്ണനാണ്. എന്താണ്? തക്കുടു എന്ന അണ്ണാരക്കണ്ണനാണ്. അതിൽ വിജയായതായിരുന്നു തൃശ്ശൂർ ജില്ലയാണ്. അതിൽ വിജയായ ജില്ല ഏതായിരുന്നു? തൃശ്ശൂർ ജില്ലയാണ്. അതിൻ്റെ വേദി എവിടെയായിരുന്നു വെച്ചാൽ തിരുവനന്തപുരമായിരുന്നു. വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമായിരുന്നു. അതുപോലെ തന്നെ ഓസ്കാർ 2025 മികച്ച വിദേശ ചലച്ചിത്ര വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുത്ത സിനിമ ഏതായിരുന്നു വെച്ചതാണത്? ലാപെറ്റ ലേഡീസ് ആണ്. ഏതാണ്? ലാപെറ്റ ലേഡീസ്. എന്താണ്? ലാപെറ്റ ലേഡീസ് ആണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫിലിമൊക്കെ ആയിട്ട് തിരഞ്ഞെടുത്ത ഏതായിരുന്നു? ഓസ്കാർ കിട്ടിയ ബെസ്റ്റ് ഫിലിം ഏതാ? അനോറയാണ് അല്ലേ? അനോറയായിരുന്നു. 25ാമത്തെ ക്വസ്റ്റ്യൻ 2024 സെപ്റ്റംബർ 23 കേരളത്തിൽ ഏത് ജില്ലയിലാണ് എംപോക്സിൻ്റെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്? 2024 സെപ്റ്റംബർ 23 കേരളത്തിൽ ഏത് ജില്ലയിലാണ് എംപോക്സിൻ്റെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചതാണ്? മലപ്പുറം ജില്ലയിലാണ്. ഏതാണ്? മലപ്പുറം ജില്ല. 26ാമത്തെ ക്വസ്റ്റ്യൻ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ്സായി ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം ഏതാണ്? പ്രീതി പാൽ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. അതുപോലെ തന്നെ എന്താണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ 100 മീറ്ററിലും 200 മീറ്ററിലും കൂടി 2 വെങ്കല മെഡലുകളാണ് ആര് കരസ്ഥമാക്കിയത്? പ്രീതി പാൽ. ഓർത്തിരിക്കാം. കുട്ടികളുടെ അശ്ലീല സാമഗ്രികൾ ഡൗൺലോഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരെ ഏത് ഓപ്പറേഷൻ പ്രകാരമാണ് കേരള പോലീസ് ലക്ഷ്യമിട്ടത്? ഏത് ഓപ്പറേഷനാണ്? ഓപ്പറേഷൻ പി ഹണ്ട് ആണ്. ഏതാണ്? ഓപ്പറേഷൻ പി ഹണ്ട് ആണ്.
ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൻ്റെ 2023 പതിപ്പിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ 2023 ഇന്ത്യയുടെ സ്ഥാനം 40-ാം സ്ഥാനമാണ്. എത്രയാണ്? 40-ാം സ്ഥാനമാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 4 വരെ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിൽ നടന്ന അഭ്യാസമാണ് വരുണ? വരുണ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് ഇത് വരുണ. ഓർത്തിരിക്കുക. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ്? ഓൾറെഡി ഇനി എന്താണ് ഈ ജൂൺ മാസത്തിൽ നടക്കാൻ പോവാണ് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് എന്ത് ചെയ്യുക? ഫൈനൽ ഏറ്റുമുട്ടുക. അതിൻ്റെ വേദിയാണ് ഇത് ലണ്ടൻ. ഏതാണ്? ലണ്ടൻ. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ഏതാണ്? ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ടൈഗർ റിസർവ് ഏതാണ്? വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ടൈഗർ റിസർവ് എന്ന് വെച്ചാലാണ് പെരിയാർ ടൈഗർ റിസർവ് ആണ് അല്ലേ. പെരിയാറിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ എപ്പോഴാണ്? 1978 1978 അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവും കൂടിയാണ് ഇത് പെരിയാർ കടുവാ സങ്കേതം. ഇന്ത്യ അറ്റ് 100 വിഭാവനം ചെയ്യുന്ന നാളെയുടെ സാമ്പത്തിക ശക്തി. ഇന്ത്യ അറ്റ് 100 വിഭാവനം ചെയ്യുന്ന നാളെയുടെ സാമ്പത്തിക ശക്തി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ. പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ. 32ാമത്തെ ക്വസ്റ്റ്യൻ, 52 വർഷത്തിന് ശേഷം 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏത് ടീമിനെതിരെയാണ് ഇന്ത്യൻ ഹോക്കി ടീം ചരിത്ര വിജയം നേടിയത്? ഏത് ടീമിനെതിരെയാണ്? ഓസ്ട്രേലിയക്കെതിരെയാണ്. ഏതാണ്? ഓസ്ട്രേലിയക്കെതിരെയാണ്. അതുപോലെ തന്നെ 2024 ഈ ഓസ്ട്രേലിയക്കെതിരെ എന്ത് ചെയ്തു? 52 വർഷത്തിന് ശേഷം വിജയം നേടി. അതുപോലെ ഇന്ത്യ എന്തും കൂടി നേടി? വെങ്കല മെഡലും കൂടി ലഭിച്ചായിരുന്നു. ഇന്ത്യക്ക് വെങ്കല മെഡൽ കൂടി ലഭിച്ചായിരുന്നു. 2021 ടോക്കിയോയിൽ വെങ്കല മെഡൽ ലഭിച്ചു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചു? വെങ്കല മെഡൽ ലഭിച്ചു. 2024 ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? ആരാണ്? ഹർമൻപ്രീത് സിംഗ്. ആരാണ്? ഹർമൻപ്രീത് സിംഗ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗത്തിൽ ഫൈനൽ സിംഗിൾസ് ടെന്നീസ് വിജയിച്ചത് ആരാണ്? ടെന്നീസിൽ എന്താണ് പുരുഷ വിഭാഗം സിംഗിൾസിൽ വിജയിച്ചത് ആരാന്നാണ് ചോദിച്ചത്. ആരാണ്? നെവാക് ജോക്കോവിച്ച്. ആരാണ്? നെവാക് ജോക്കോവിച്ച് ആണ്. അതുപോലെ ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരായിരുന്നു? ഇന്ത്യ പതാക ഏന്തിയത് ആരായിരുന്നു? മനു ബക്കർ ആയിരുന്നു അല്ലെ. 2 മെഡൽ നേടിയ ആരായിരുന്നു? മനു ബക്കർ ആയിരുന്നു. മനു ബക്കർ മാത്രമല്ല, അതിൽ ഒരു പേരും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുകയാണ്. PR ശ്രീജേഷും കൂടി ഉണ്ടായിരുന്നു. PR ശ്രീജേഷും മനു ബക്കറും കൂടിയാണ്, 2 പേരും കൂടിയാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ പതാക എഴുതിയത്. അതും കൂടി അഡീഷണൽ ആയിട്ട് അവിടെ ഒന്ന് ആഡ് ചെയ്ത് പഠിക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ, പാരീസിൽ 2024 ഒളിമ്പിക്സിൽ പോൾ വാൾട്ടിൽ സ്വർണ്ണ മെഡൽ നേടിയ മോണ്ടോ ഡുപ്ലന്റിസ് ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹത്തിന് ഒളിമ്പിക്സ് റെക്കോർഡോട് കൂടിയാണ് സ്വർണം കിട്ടിയത്. മോണ്ടോ ഡുപ്ലന്റിസ് അല്ലെങ്കിൽ എന്തോരും അർമൻഡോ ഡുപ്ലന്റിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഏത് രാജ്യക്കാരനെന്ന് വെച്ചാൽ പോൾ വാൾട്ട് താരാണ്. ഏത് രാജ്യക്കാരെന്ന് വെച്ചാൽ അദ്ദേഹം സ്വീഡന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. സ്വീഡന് വേണ്ടിയാണ് ഒളിമ്പിക്സിൽ എന്ത് ചെയ്ത് മത്സരിച്ചത്. കൊടുത്തിരിക്കുക. ആക്ച്വലി അദ്ദേഹം അമേരിക്കൻ സ്വീഡൻ വംശജനാണ്. പക്ഷെ അദ്ദേഹം മത്സരിച്ച് ചെയ്ത രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, സ്വീഡന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാജ്യം ഏതാണെന്ന് വെച്ചാൽ സ്വീഡനാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ തലവനായി നിയമിതനായ നോബൽ സമ്മാന ജേതാവിൻ്റെ പേരാണ് ഇത് മുഹമ്മദ് യൂനസ്. ബംഗ്ലാദേശിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് മൂലം ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടുന്ന് നാട് വിടേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക പ്രസിഡൻ്റായിട്ട്, ഗവൺമെൻറ് താൽക്കാലിക തലവനായിട്ട്, ഇടക്കാല ഗവൺമെൻറ് തലവനായിട്ട് വന്ന ആളാണ് ആര്? മുഹമ്മദ് യൂനസ്. അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? ഗ്രാമീണ ബാങ്കുകളുടെ സ്ഥാപകൻ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ബാങ്കർ എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം എന്താണ് 2006 അദ്ദേഹത്തിനും ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും കൂടിയാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ബംഗ്ലാദേശുകാരനാണ് ആര്? മുഹമ്മദ് യൂനസ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ക്രിയേറ്റിംഗ് എ വേൾഡ് വിത്തൗട്ട് പോവർട്ടി. ആരുടെ പുസ്തകമാണ്? മുഹമ്മദ് യൂനസിൻ്റെ പുസ്തകമാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹിക മാധ്യമമായ എക്സിന് 10 ദിവസത്തെ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? വെനസ്വേല. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനസ്വേലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM ആരംഭിച്ചത് എവിടെയാണ്? ഭുവനേശ്വറാണ്. ഒഡീഷയുടെ തലസ്ഥാനമായിട്ടുള്ള ഭുവനേശ്വറാണ് അല്ലേ.
കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതിയുടെ പേരെന്താണ്? കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പരിപാടിയുടെ പേരെന്താണ്? മഞ്ചാടി. എന്താണ്? മഞ്ചാടി. അതായത് ഗണിത പഠനത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത പദ്ധതിയാണ് ഇത് മഞ്ചാടി. എന്ത് മുഖേനയാണ്? KDISC മുഖേനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഡിസംബർ 1 ഇന്ത്യയിൽ നിന്ന് ആരാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് ചുമതലയേറ്റത്? ആരാണ്? ജയ്ഷ ആയിരുന്നു. അതിനു മുമ്പ് BCCIന്റെ അധ്യക്ഷനായിരുന്നു ആര്? ജയ്ഷ. അപ്പം നിലവിൽ BCCIയുടെ അധ്യക്ഷൻ ദേവജിത്ത് സൈക്കിയാണ്. ആരാണ്? ദേവജിത്ത് സൈക്യ. അതുപോലെ തന്നെ ICCന്റെ അധ്യക്ഷനാണ് ആര്? ജയ്ഷ. അതുപോലെ ICCന്റെ ആസ്ഥാനം എവിടെയാണ്? ദുബായിലാണ്. BCCIന്റെ ആസ്ഥാനം മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രോഫിയാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഏറ്റുമുട്ടുന്നത്. അതിലെ ചാമ്പ്യന്മാരാണ് ആര്? ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഏതാണ്? ഗുജറാത്ത്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ്? ബേപ്പൂരാണ്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ്. ബേപ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത് അതുപോലെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിയോജക മണ്ഡലം കൂടിയാണ് ഇത് ബേപ്പൂര്. ബഹിരാകാശത്തിൽ ഏറ്റവും കൂടുതൽ നടത്തം നടത്തിയ വനിത ആരാന്ന് വെച്ചാലാണ് സുനിത വില്യംസ് ആണ്. 62 മണിക്കൂറും 6 മിനിറ്റും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ കലാകാരൻ ആരാണ്? ഇത് PSC ചോദിക്കാനാരാണ്? ബിയോൺസെ. 35 തവണയാണ് ഏറ്റവും കൂടുതൽ തവണ ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ കലാകാരൻ ആരാണ്? ബിയോൺസെ. 35 തവണ. 46ാമത്തെ ക്വസ്റ്റ്യൻ, സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 78ാമത് പതിപ്പിൽ വിജയിച്ചത് ആരാണ്? പശ്ചിമ ബംഗാളാണ്. ആരാണ്? പശ്ചിമ ബംഗാളാണ്. അതുപോലെ തന്നെ 33ാമത് സന്തോഷ് ട്രോഫി കിരീടമാണ് പശ്ചിമ ബംഗാളിന്റെ. റണ്ണേഴ്സ് ആരാണ്? കേരളമാണ്. റണ്ണേഴ്സ് ആയതാരാണ്? കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 വനിതാ ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരി. 2024 വനിതാ ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരി ആരാണ്? R വൈശാലിയാണ്. ആരാണ്? R വൈശാലി. മേ ബി ചോദിക്കുക R വൈശാലി ഏത് ഇനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചതാണ്? ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ആര്? R വൈശാലി. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറലാണ് ആര്? വിതുൽ കുമാർ. ആരാണ്? വിതുൽ കുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, മനു ബക്കർ, ഹർമൻപ്രീത് സിംഗ്, ഗുകേഷ് ഡി, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർ 2024 ഏത് ദേശീയ കായിക അവാർഡിനാണ് അർഹരായത്? അല്ലെങ്കിൽ ഏത് ദേശീയ കായിക അവാർഡാണ് ഇവർക്ക് ലഭിച്ചത്? ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കളാണ്. ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കളാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കർക്കാണ്. സച്ചിൻ ടെണ്ടുൽക്കറാണ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ചാനലൊന്നും എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതുപോലെ ഇതിൻ്റെ നോട്ട്സിനും അതുപോലെ ഡെയിലി ലൈവ് ക്ലാസ്സിനൊക്കെ ആയിട്ട് രാത്രി 8 മണിക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്. അതിനേക്കായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക? വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.